ഇനി ഒരിക്കലും മാൽദീവ്സിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ ഞാൻ ബോർഡിങ്ങും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇതാ ഫ്ലൈറ്റിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയ ഒരു ഐലൻഡ് കൂടിയാണ് അഡ്ഡു സിറ്റി. അങ്ങനെ നീണ്ട 4 മണിക്കൂറിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റിന് ശേഷം ഞാനിത് അഡ്ഡു സിറ്റിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മാൽദീവ്സിലെ എല്ലാ ഐലൻഡുകളിലും എയർപോർട്ട് ഉണ്ടായിരിക്കില്ല. നമ്മുടെ നാട്ടിൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെയും 3-4 ഐലൻഡുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് അറ്റോൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഓരോ അറ്റോളുകളിലും ഒരു എയർപോർട്ടെങ്കിലും കണ്ടുവരാറുണ്ട്. നമ്മളിപ്പോൾ വന്നിറങ്ങിയത് ഗാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാനിതാ ഇമിഗ്രേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ വർക്ക് പെർമിറ്റ് പുതിയതായതുകൊണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എല്ലാ ഇമിഗ്രേഷൻ പ്രോസസ്സും ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. പുറത്ത് തന്നെ ക്ലിനിക്കിൽ നിന്ന് കൊളീഗ്സ് വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ ലഗേജ് എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമ്മുടെ ക്ലിനിക്കിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഹേമായിരുന്നു വന്നത്. പുള്ളിക്കാരിയെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് പുള്ളിക്കാരിയായിരുന്നു. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ഡ്രൈവാണ് നമ്മുടെ ഐലൻഡിലേക്കുള്ളത്. നമ്മളെ കൂടെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കിൻ്റെ MD ആയ മിസ് അസ്ഫയാണ്. പുള്ളിക്കാരിയാണ് നമ്മുടെ എല്ലാ തെറപ്പിസ്റ്റിൻ്റെയും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഐലൻഡ് മറ്റൊരു ഐലൻഡിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായത് എനിക്കിവിടെ വന്നപ്പോഴാണ്. വലിയൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം കണ്ട് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. യൂഷ്വലി മാൽദീവ്സിൻ്റെ സിറ്റിയിലൊക്കെയാണ് ഇതുപോലത്തെ നല്ല റോഡുകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും വഴികളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലായതുപോലെ ഇങ്ങനെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-4 ഐലൻഡുകൾ കണക്ട് ചെയ്തിട്ടാണല്ലോ ഒരു അറ്റോൾ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ അറ്റോളിലെ ഒരു ഐലൻഡിലാണ് നമ്മുടെ ക്ലിനിക്ക് ഉള്ളത്. നമ്മുടെ ഐലൻഡിൻ്റെ പേരാണ് ഹിറ്റദു ഐലൻഡ്. എയർപോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഐലൻഡ് ഉള്ളത് ഏറ്റവും എൻഡിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവർ റൂമിലാക്കി ഇവർ തിരിച്ച് റിട്ടേൺ ക്ലിനിക്കിലേക്ക് തന്നെ പോവും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ ശരി, ബൈ.